2011 മുതൽ 16 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്തെ കെടുതികൾ, ദുരിതക്കാഴ്ചകൾ. ഇപ്പോൾ 12-13 വയസ്സായ കുട്ടിയോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്കറിയില്ല. കാരണം 10 വർഷമായി കേരളത്തിൽ പവർ കട്ടില്ല. പക്ഷേ ഒരു 15-16 വയസ്സായ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. ദിവസേന സമയം നോക്കാൻ ക്ലോക്കുകളിലോ ടൈം പീസുകളിലോ മൊബൈൽ ഫോണുകളിലോ നോക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് പവർ കട്ടാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പവർ കട്ടുകൾ. മണ്ണെണ്ണ വിളക്കുകൾ വീണ്ടും വീടുകളിൽ പ്രത്യക്ഷപ്പെട്ട കാലം. വീടുകളിലെ നരകതുല്യമായ ജീവിതമല്ല, അതിനപ്പുറത്ത് ഫാക്ടറികൾ നിശ്ചലമായ പ്രവർത്തന രംഗങ്ങളായി മാറി. അന്ന് കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തന്നെ ശവപ്പറമ്പുകളായി മാറിയിരിക്കുന്ന സ്ഥിതിയായിരുന്നു. 480 കോടിയിലധികം രൂപ നഷ്ടപ്പെടുത്തിയ, തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തിയ, തൊഴിൽ സ്ഥിരത നഷ്ടപ്പെടുത്തിയ, കണ്ണീര് കുടിപ്പിച്ചൊരു കാലഘട്ടം. വ്യാവസായിക കേരളം തകർന്നടിഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത് എന്ന് നമുക്കറിയാം. വിദ്യാലയങ്ങളുടെ സ്ഥിതി അതിനേക്കാൾ പരിതാപകരമായിരുന്നില്ലേ? സർക്കാർ സ്കൂളുകൾ ഏതാണ്ട് പശുത്തൊഴുത്തുപോലെ അനാഥമായി കിടന്നിരുന്നൊരു കാലഘട്ടം. ഒടിഞ്ഞ ബെഞ്ചുകളും കാലില്ലാത്ത ഡെസ്കുകളുമായ കാലഘട്ടം. സ്കൂൾ തുറന്ന് ഓണപ്പരീക്ഷയായിട്ടും പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാകാത്ത കാലഘട്ടം. എന്തുകൊണ്ട് പാഠപുസ്തകങ്ങൾ ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് പറഞ്ഞ മറുപടി ഫലിതരസമായിരുന്നു. ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകങ്ങൾ വരാത്തത് എന്ന പ്രതിലോമകരമായ മറുപടിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്, അല്ലേ? ഓർമ്മയില്ലേ? ആ കാലഘട്ടം മറന്നുകൂടാ. രാജ്യമൊട്ടുക്ക് കുണ്ടും കുഴികളുമായി തീർന്ന റോഡുകൾ, എല്ലാ റോഡുകളിലും വാഴ നടുന്ന സമ്പ്രദായമായി മാറുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നില്ലേ? ഞാൻ നീട്ടി പറയുന്നില്ല. എനിക്ക് ശേഷം രാധാംഗങ്ങളും രാധയുടെ മാനേജർ സ്വരാജും രാധാ ക്യാപ്റ്റൻ ബിനോയ് വിശ്വവും ഒക്കെ സംസാരിക്കാനുണ്ട്. ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഒരേ കാര്യങ്ങളാണ്. അതുകൊണ്ട് ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. പക്ഷേ 2011-16 കാലഘട്ടം നാം മറന്നുകൂടാ. നമ്മുടെ അന്നത്തെ ആസ്പത്രികളുടെ സ്ഥിതി എന്തായിരുന്നു? സർക്കാർ ആസ്പത്രിയിൽ വെച്ച് മരിച്ചാളുടെ മൂക്കിൽ പഞ്ഞി വെക്കാനുള്ള പഞ്ഞി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്ന നഴ്സുമാരുടെ കഥനകഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ജീവനക്കാരുടെ കഥനകഥയാണ്, രോഗിയുടെയും രോഗിയുടെ കൂടെ വന്നവരുടെ കഥനകഥയല്ല. ഞങ്ങൾ ജീവനക്കാർ ഇത്ര കണ്ട് ലജ്ജകരായ, ഇത്ര കണ്ട് നാണിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നല്ലേ അന്ന് ഡോക്ടർമാരും നഴ്സുമാരും പറഞ്ഞത്? വേണ്ടത്ര മരുന്നില്ല, വേണ്ടത്ര ഡോക്ടർമാരില്ല, വേണ്ടത്ര പരിചാരകരില്ല. അങ്ങനെ നാണം കെട്ടൊരവസ്ഥ, അതിദയനീയമായ ആതുര ശുശ്രൂഷ രംഗമായിരുന്നില്ലേ 2011-16? മറക്കാൻ സാധിക്കുമോ? മലയാള മനോരമയ്ക്ക് മറുപടിയുണ്ടോ? ഇല്ലെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് കഴിയുമോ? കോൺഗ്രസിനും UDFനും സാധിക്കുമോ ഈ കഥകൾ മറച്ചുവെക്കാൻ? ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയുമോ? അവരിപ്പോൾ നടത്തുന്ന പുതുയുഗ പിറവിയിലേക്കുള്ള യാത്രയുണ്ടല്ലോ. എന്താണ് ഈ പുതുയുഗ പിറവി? 2011-16 കേരളം കണ്ട പുതുയുഗത്തിലേക്കാണോ? ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ഈ രാജ്യത്തെ കൂട്ടിക്കൊണ്ടുപോകാനാണോ നിങ്ങൾ യാത്ര തുടരുന്നത്? ഇതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ആ കാലഘട്ടം ഇനി തിരിച്ചു വന്നുകൂടാ. ആ സ്ഥിതിവിശേഷം ഇനി ഒരിക്കലും കേരളത്തിലുണ്ടായിക്കൂടാ. കഴിഞ്ഞ 10 വർഷമായി കേരളം കണ്ട വികസനത്തിന്റെ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ ആവർത്തിക്കണം. ആ പദ്ധതികൾ, തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരേണ്ടതുണ്ട്. അടുത്ത 16, 17, 18 തീയതികളിലായി, 17 മുതൽ 21 വരെയുള്ള തീയതികളിലായി കേരളത്തിൽ വിഷൻ 2031 എന്നൊരു പരിപാടി നാം സംഘടിപ്പിക്കുകയാണ്. ഇന്ത്യയിലും പുറത്തുമുള്ള ലോകോത്തര ശാസ്ത്രജ്ഞന്മാരെ, ലോകോത്തര സാമ്പത്തിക വിദഗ്ധന്മാരെ, ലോകോത്തര പരിസ്ഥിതി പ്രവർത്തകരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ അടുത്ത 5 വർഷം കൊണ്ട് കേരളം എവിടെ എത്തി നിൽക്കണം, കേരളം എവിടേക്ക് പോകണം, എങ്ങനെ യാത്ര തിരിക്കണം എന്ന
നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വയ്ക്കാനുള്ള സന്ദർഭമാണത്. അവിടേക്ക് നമ്മൾ ആ ആളുകളെ, വിദഗ്ധരായ ആളുകളെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷണക്കത്ത് പോയപ്പോൾ അതിന് പിന്നാലെ മറ്റൊരു കത്ത് കേരളത്തിൽ നിന്ന് പോയി. നാം ക്ഷണിച്ച വിദഗ്ധർക്ക് കത്തയച്ചു, വരരുത്, ഇത് ഗവൺമെന്റിന്റെ പരിപാടിയാണ്, ഇത് LDFന്റെ പരിപാടിയാണ്, ഇടതുപക്ഷത്തിന്റെ പരിപാടിയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തെ അടുത്ത 5 വർഷത്തേക്ക് എങ്ങനെ എത്തിക്കണം എന്ന് തീരുമാനിക്കാൻ അതിനാവശ്യമായ വിദഗ്ധരുടെ വൈദഗ്ധ്യമേറിയ വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ ക്ഷണിക്കാൻ, അത് സ്വീകരിക്കാൻ വേണ്ടി നടത്തുന്ന സമ്മേളനത്തെ പരാജയപ്പെടുത്താൻ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളോട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചത് ആരാണെന്നറിയാമോ? കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ രമേശ് ചെന്നിത്തല. നിഷേധിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ?